ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്നാണ്. ഇത് നമ്മൾ കൂണിൻ്റെ കൃഷിയാണ്. അപ്പോൾ അതിൻ്റെ ബഡാണ് തൂക്കിയിട്ടത്. ഇത് അതിൻ്റെ വിത്താണ്. ഇത് പെല്ലറ്റ്. അപ്പോൾ ഈ പെല്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പെല്ലറ്റെല്ലാം കറക്റ്റ് അളവിൽ ഓരോരോ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കവറിലും ഓരോ കിലോ പെല്ലറ്റാണ് നിറച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ രാത്രിയാണ് നമ്മളിതെല്ലാം നിറച്ച് വെച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പെല്ലറ്റ് എന്തായി, നല്ല എല്ലാം പിന്നെ പൊടിയായി മാറി. അപ്പോൾ ആ പൊടി നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ആണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വിത്ത് ഇടുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ 2 ബഡിലേക്ക് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു പകുതി ഒരു ബെഡിൽ നിറച്ചു, അതിൻ്റെ ബാക്കി പകുതി അടുത്ത ബെഡിൽ, അങ്ങനെയാണ് നമ്മൾ നിറച്ച് കൊടുക്കുന്നത്. അത് നിറച്ച് പിന്നെ നമ്മൾ അതിൻ്റെ വായു ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെല്ലറ്റും അതിൻ്റെ വിത്തും ഒട്ടിക്കുന്ന സാധനം എല്ലാം നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. അവർ നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു തന്നതാണ്. കൊറിയർ വഴി അയച്ചു തന്നു. പിന്നെ അത് നമ്മൾ ഇതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ പെല്ലറ്റ് രാവിലെ എടുത്ത് നല്ലോണം ഉടച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ അകത്തേക്കാണ് വിത്തെല്ലിട്ട് പകുതി വിത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കി എല്ലാം ഇതേപോലെയാണ് അവസ്ഥ ഉണ്ടാവുക. കണ്ട, ചൂടുവെള്ളം ഒഴിച്ച പെല്ലറ്റ്, എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. എന്നിട്ട് ബാക്കി ഉള്ള വിത്തും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ 13 ബഡ് ചെയ്തു. വിത്ത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വായു ഭാഗത്തെല്ലാം നല്ലോണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ബഡുകളാണ് നമ്മൾ രാത്രി ഇതെല്ലാം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ വായു ഭാഗം നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. ഒന്നും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അണുബാധ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ആവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബഡും നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഹോൾഡ് ചെയ്യണം. അത് നമ്മളെ പഴയ വീടുണ്ട്, ആടെ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളിത് ഹോൾഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതാക്കുന്ന ആൾ മാത്രമേ കയറാൻ പറ്റുള്ളൂ. വേറെ ആരും അങ്ങനെ ആൾക്കാരെല്ലാം കയറിക്കഴിഞ്ഞാൽ പിന്നെ കൂണാവില്ല. ഇതാണ് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റൂമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. ഇതിൻ്റെ അകത്തേക്ക് കൈ കഴുകിയിട്ടേ നമ്മൾ ആ റൂമിലേക്ക് കയറാൻ പാടുള്ളൂ. ഞാനതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല, അമ്മ മാത്രമേ കയറലുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ട, 13 ബഡ് നമ്മൾ തൂക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ബഡ് ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പം നമ്മുടെ ഈ ചാനലിലെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും മസ്റ്റായിട്ട് ചാനൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.